കഴിഞ്ഞ ദിവസമാണ് ഉടുമ്പൻചോല മാവടിയിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഇലുപ്പിലിക്കാട്ട് സജി ജോസിന്റെ കൃഷിയിടത്തിൽ ഈ തവളയെ കണ്ടെത്തിയത്. വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരമറിയിച്ചെങ്കിലും തങ്ങൾക്ക് പരിപാലന ചുമതലയില്ലെന്നും അതിനെ കണ്ടെത്തിയ ആവാസ വ്യവസ്ഥയിൽ തന്നെ തിരിച്ചുവിടണമെന്നുമാണ് മറുപടി ലഭിച്ചത്. ഇതോടെ തവളെ കണ്ടെത്തിയ മേഖലയിൽ തന്നെ തിരിച്ചുവിടാനാണ് ഇവരുടെ തീരുമാനം. ഇന്ന് രാവിലെ 10 മണിയായപ്പം തൊഴിലുറപ്പ് തൊഴിലാളികൾ പറമ്പിൽ പണിയാൻ വന്നു. ആ സമയം റബ്ബറിന് പ്ലാറ്റ്ഫോം വെട്ടുന്ന സമയത്ത് ഒരു 2.5 അടി താഴ്ചയിൽ നിന്ന് ഈ സാധനം മണ്ണ് മാറ്റിയപ്പോൾ കിട്ടുകയാണുണ്ടായത്. ഇതിനെ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതെന്താണെന്നറിയാൻ മേല, അതുകൊണ്ടാണ് നിങ്ങളെ വിളിച്ചറിയിച്ചത്. ഇതിനെ അതേ സ്ഥലത്ത് തന്നെ തുറന്നു വിടാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നത്. പർപ്പിൾ ഫ്രോഗ് എന്ന ഇവന് വിളിപ്പേരുകൾ ഏറെയാണ്. പാതാള തവള, പന്നിമൂക്കൻ തവള, മഹാബലി തവള, മാവേലി തവള എന്നൊക്കെയാണ് നാട്ടുകാർക്കിടയിലെ വിളിപ്പേരുകൾ. പർപ്പിൾ ഫ്രോഗ് എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. സുവാഗ്ലോസിഡിയ കുടുംബത്തിൽപ്പെടുന്ന ഇവ ജീവിച്ചിരിക്കുന്ന ഫോസിലായി കണക്കാക്കപ്പെടുന്നു. പാതാളയുമായി സാമ്യമുള്ള തവളകൾ മഡ്ഗാസ്കറിലും സെഷൈൽസ് ദ്വീപുകളിലുമാണുള്ളത്. ഒക്ടോബർ മാസത്തിൽ തിരുവനന്തപുരം പാലോട് ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ SD ബിജു, ബ്രസൽസ് ഫ്രീ യൂണിവേഴ്സിറ്റിയിലെ ഫ്രാങ്കി ബോസിയൂഡ് എന്നിവർ ഇടുക്കി ജില്ലയിലാണ് ഇതിനെ ആദ്യമായി കണ്ടെത്തിയത്. പിന്നീട് കോതമംഗലം, എരുമേലി, പാലക്കാട്, സൈലന്റ് വാലി, തൃശൂരിലെ പട്ടിക്കാട്, തമിഴ്നാട്ടിലെ ആനമലയിലെ ശങ്കരൻകുടി തുടങ്ങിയ സ്ഥലങ്ങളിലും ഇവയെ കണ്ടെത്തി. ഇതിനുശേഷം ഇപ്പോൾ ആദ്യമായാണ് ഇടുക്കി ഉടുമ്പൻചോലയിൽ തവളയെ കണ്ടെത്തുന്നത്. 10 കോടിയോളം വർഷങ്ങൾക്ക് മുൻപേ ഇന്ത്യയിലും സെയ്ഷൽസിലും ഗോണ്ടാന വൻകരയുടെ ഭാഗമായപ്പോൾ ഉരുത്തിരിഞ്ഞവയാണ് ഈ തവളകളെന്ന് കരുതപ്പെടുന്നു. പ്രായപൂർത്തിയായാൽ ഇവയ്ക്ക് കടും പാലടയുടെ വർണ്ണമായിരിക്കും. ഏകദേശം 7 സെന്റിമീറ്റർ വരെ നീളമുള്ള ഇവ മണ്ണിനടിയിലാണ് ജീവിതത്തിന്റെ മുഖ്യ ഭാഗവും ചിലവഴിക്കുന്നത്. മണ്ണിനടിയിലുള്ള ചിതലുകളാണ് മുഖ്യ ആഹാരം. വിരകളെയും അകത്താക്കും. എന്നാൽ മൺസൂൺ കാലത്ത് പ്രത്യുൽപാദന സമയത്ത് മാത്രം 2 ആഴ്ചയോളം ഇവ പുറത്തേക്കെത്തും. പാതാള തവളയെ സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക തവളയാക്കാൻ ശ്രമം നടത്തിയെങ്കിലും 2023 ആരും കാണാത്ത തവളയെ സംസ്ഥാന തവള ആക്കേണ്ട എന്ന നിലപാട് മുഖ്യമന്ത്രി സ്വീകരിച്ചു. പശ്ചിമഘട്ടത്തിൽ അപൂർവമായി കാണുന്ന തവളയെ കേരളത്തിന്റെ ഔദ്യോഗിക തവളയായി പ്രഖ്യാപിക്കണമെന്ന ചീഫ് വൈൽഡ് ലൈഫ് വാർഡനാണ് ശുപാർശ ചെയ്തത്. വേണ്ടെന്ന് മുഖ്യമന്ത്രി നിലപാട് സ്വീകരിച്ചതോടെ 2023 സംസ്ഥാന വന്യജീവി ബോർഡ് യോഗം ശുപാർശ തള്ളി. പാതാള തവളയെ സംസ്ഥാന തവളയായി പ്രഖ്യാപിക്കാനുള്ള നീക്കം ഇതോടെ ഉപേക്ഷിക്കുകയും ചെയ്തു. വീഡിയോ ജേർണലിസ്റ്റ് സന്തോഷ് ചേകവർക്കൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.